ഹലോ ഗൈസ്, അപ്പം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഗെയിമിംഗ് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിഡ്രോയിലും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ സെപ്റ്റംബർ 16 ആയിരുന്നു അതിൻ്റെ മൈനിങ്ങിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അതൊക്കെ ഞാൻ ടെലഗ്രാം ചാനലിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. അടിയിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗെയിമിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം നമ്മുടെ കയ്യിൽ 1000 വാട്ട് പോയിന്റ് വേണം. ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ലിങ്ക് വെച്ച് കയറുമ്പോൾ തന്നെ 500 വാട്ട് പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ നിങ്ങൾ അതിൽ ഗെയിം കളിച്ചോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെങ്കിലും അറ്റ്ലീസ്റ്റ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ എയർ ഡ്രോപ്പ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ 1000 വാട്ട് കോയിൻ മിനിമം കളക്ട് ചെയ്ത് വെച്ച ആൾക്കാർക്ക് മാത്രമേ ഈ എയർ ഡ്രോപ്പ് കിട്ടുള്ളൂ. ഇതിൽ വിഡ്രോ ചെയ്യുന്നതിന് മുമ്പായിട്ട് ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ചിലെ അക്കൗണ്ട് എടുക്കുക. ഇതിൽ അക്കൗണ്ട് എടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വിഡ്രോ അടിക്കുന്ന സമയത്ത് ട്രാൻസാക്ഷൻ ഫീ എന്ന് പറഞ്ഞിട്ട് ഒരു ഫീ പിടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് കോയിൻസ് ഫീ ആയിട്ട് കൊടുക്കേണ്ടി വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ചിലെ ഒരു അക്കൗണ്ട് എടുക്കുക. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറുമ്പോൾ ഇങ്ങനത്തെ ഇന്റർഫേസ് ആയിരിക്കും. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇമെയിൽ ഐ ഡി വെച്ച് സൈൻ ഇൻ ചെയ്യുക, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ വെച്ച് സൈൻ ഇൻ ചെയ്യുക. അത് കഴിഞ്ഞ് പാസ്വേഡ് സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇന്റർഫേസ് ആയിരിക്കും കാണിക്കുന്നത്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ സൈറ്റിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിനായിട്ട് മുകളിൽ കാണുന്ന ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഗെറ്റ് ഇറ്റ് ഓൺ ആൻഡ്രോയിഡ് എന്ന് കാണിക്കും. അതിന്മേൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളൊരു ഐഫോൺ യൂസർ ആണെങ്കിൽ iOS സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഇൻസ്റ്റാൾ ആക്കിയതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഇന്റർഫേസ് ആയിരിക്കും. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. എന്നിട്ട് വരുന്ന ഈ പേജിൽ മുകളിലായിട്ട് ലോഗിൻ കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നേരത്തെ ലോഗിൻ ചെയ്തപ്പോൾ കൊടുത്ത സെയിം ഇമെയിൽ ഐ ഡിയോ നമ്പറോ പിന്നെ സെയിം പാസ്വേഡും കൊടുത്ത് ഇതിൽ ലോഗിൻ ചെയ്യുക. നെക്സ്റ്റ് ആയിട്ട് ഇതിൽ KYC കൂടി വെരിഫൈ ചെയ്യണം. KYC വെരിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഈ ഡെപ്പോസിറ്റ് ഇതിലേക്ക് കറക്റ്റായിട്ട് വരുള്ളൂ. KYC കംപ്ലീറ്റ് ചെയ്യാണ്ട് നിങ്ങൾ ഗെയിമിൽ വിഡ്രോ ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല. അപ്പോൾ ഈ കാണുന്ന വെരിഫൈ നൗ കൊടുക്കുക. KYC ചെയ്യാൻ നിങ്ങൾ രണ്ട് സ്റ്റെപ്പേ ചെയ്യേണ്ടതുള്ളൂ. ഒന്നാമത്തെ ആധാർ കാർഡ് വെരിഫിക്കേഷനും രണ്ടാമത്തെ ഫേസ് വെരിഫിക്കേഷനും. ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ 18 വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തിയായിരിക്കണം. നിങ്ങൾക്ക് 18 വയസ്സായിട്ടില്ലെങ്കിൽ പാരൻസിന്റെ പെർമിഷൻ ചോദിച്ചിട്ട് അവരുടെ ആധാർ വെച്ച് ചെയ്യാം. നെക്സ്റ്റ് വരുന്ന പേജിൽ കൺട്രി ഇന്ത്യ കൊടുക്കുക. ID ടൈപ്പ് ആധാർ കാർഡ് കൊടുക്കുക. നെക്സ്റ്റ് പേജും കണ്ടിന്യൂ കൊടുക്കുക. അടുത്ത പേജിൽ നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അത് വെരിഫൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫേസും വെരിഫൈ ചെയ്യുക. അതോടുകൂടി ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവും. കൺഫേം കൊടുത്തിട്ട് ബാക്ക് വരാം. എന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈലിന്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ അൺവെരിഫൈഡ് എന്ന് കാണിക്കും. അത് ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ അത് വെരിഫൈഡ് എന്ന് കാണിക്കും. വെരിഫൈഡ് ആയതിനു ശേഷം നിങ്ങൾ നേരെ ഗെയിം ഓപ്പൺ ചെയ്യുക. അതിൽ എയർ ഡ്രോപ്പിന്റെ സെക്ഷനിലേക്ക് പോയിട്ട് അൺലോക്ക് യുവർ എയർ ഡ്രോപ്പ് കൊടുക്കുക. നെക്സ്റ്റ് അടിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് പേജിൽ നിങ്ങളുടെ വാട്ട് പോയിന്റ് വാട്ട് കോയിനിലേക്ക് കൺവേർട്ട് ആയിട്ട് നിങ്ങൾക്ക് എത്ര കോയിനാണ് കിട്ടിയേക്കുന്നതെന്ന് കാണിക്കും. നിങ്ങളുടെ ഒരു 1000 തൊട്ട് 50,000 കോയിന്റെ ഉള്ളിലാണ് ഉള്ളെങ്കിൽ നിങ്ങൾക്ക് 688 എന്നാണ് കാണിക്കുക. കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് വരുന്ന പേജിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരുടെ മൂൺ ക്ലബ് മെമ്പർ ആവാം. അതുപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നവർക്ക് അവരുടെ ഇപ്പോഴുള്ള കോയിൻസിന്റെ പകുതി കോയിൻസ് മാത്രമേ ഇപ്പോൾ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അവർക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞ് 5 ഇരട്ടി കോയിനായിട്ട് തിരിച്ചു കിട്ടും. ഈ ഓപ്ഷൻ വേണ്ട, നിങ്ങൾക്ക് ഫുൾ കോയിൻ വിഡ്രോ ചെയ്യണമെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ചൂസ് ചെയ്യുക. സെക്കൻഡ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ കോയിനും വിഡ്രോ ചെയ്യാം. പ്ലസ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള കോയിൻസിന്റെ പകുതി കോയിൻസ് എക്സ്ട്രാ ബോണസ് ആയിട്ട് 3 മാസം കഴിഞ്ഞിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ കുറച്ച് കോയിൻ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷൻ ചൂസ് ചെയ്യാം. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ ക്ലെയിം ടു ബിറ്റ്ഗെറ്റും ഉണ്ടാവും, ക്ലെയിം ടു വാലറ്റും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ചിലേക്കാണ് വിഡ്രോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലെയിം ടു ബിറ്റ്ഗെറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന പേജിൽ ബിറ്റ്ഗെറ്റ് UIDയും അതുപോലെ തന്നെ ബിറ്റ്ഗെറ്റ് വാലറ്റ് അഡ്രസ്സും ചോദിക്കും. ഇത് മിനിമൈസ് ചെയ്തിട്ട് ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ചിന്റെ ആപ്പ് ഓപ്പൺ ആക്കുക. അതിൽ മുകളിലായിട്ട് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മുടെ UID കൊടുത്തിട്ടുണ്ടാവും. അതുമ്പോൾ കുറച്ച് നേരം ടാപ്പ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കോപ്പി ആവും. ഇത് മിനിമൈസ് ചെയ്തിട്ട് അത് ടെലഗ്രാമിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. വീണ്ടും മിനിമൈസ് ചെയ്തിട്ട് ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ച് എടുക്കുക. അതിൻ്റെ അടിയിലായിട്ട് അസറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അസറ്റ്സിൽ പോയിട്ട് ആഡ് ഫണ്ട് ചൂസ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. എന്നിട്ട് സെർച്ച് ബാറിൽ WAT വാട്ട് എന്ന് സെർച്ച് ചെയ്യുക. ഇതിൽ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. മാറിപ്പോവരുത്, വാട്ടർ അല്ല വാട്ട് എന്നാണ്. അത് ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലായിട്ട് നെറ്റ്വർക്ക് ടണ്ണെന്ന് ഓട്ടോമാറ്റിക്കലി വരും. വന്നില്ലെങ്കിൽ ടണ്ണെന്ന് കൊടുക്കുക.
ഈ QR കോഡിൻ്റെ അടിയിലായിട്ട് വാലറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അത് സൈഡിൽ കോപ്പി ഓപ്ഷൻ ഉണ്ട്, കോപ്പി കൊടുക്കുക. എന്നിട്ട് നേരെ ടെലഗ്രാമിലേക്ക് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഇത്രയും ചെയ്യാനുള്ളൂ. ക്ലെയിം കൺഫേംഡ് എന്ന് എഴുതി കാണിക്കും. ബാക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുക. ഇനി നിങ്ങൾ ഈ വിഡ്രോ ചെയ്ത കോയിൻസ് നേരത്തെ പറഞ്ഞ ലിസ്റ്റിംഗ് ഡേറ്റ് പ്രകാരം 23-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ ഈ ബിറ്റ്ഗെറ്റ് അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ 23-ാം തീയതി എപ്പോഴും ലിസ്റ്റ് ആവാമെന്നൊക്കെ ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇത് ലിസ്റ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ബിറ്റ്ഗെറ്റിൽ പോയി കഴിഞ്ഞാൽ അത് സെല് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ എടുക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ അറിയില്ലെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.